നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നെടും തൂണ് വീണാലേ ചെമ്പകമംഗലം തകരും. പറയേച്ചി, ഇതെന്തായാലും സൂപ്പർ ഐഡിയ. എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പലവട്ടം പറഞ്ഞല്ലേ. കുറെ കാലമായിട്ട് എനിക്ക് കഷ്ടകാലമാ. ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം എന്റെ കഴുത്തിലോട്ടാ കയറി വരുന്നേ. എന്റെ ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഇതിവളും ആ വൈശാഖം കൂടി ഒരിക്കൽ ചതിയാ. കാരണം സംശയാസ്പദമായ പല സാഹചര്യത്തിലും ഞാൻ ഇവിടെ കണ്ടു. വെറുതെ എന്നെ ആങ്ങളെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വലിച്ചെടുക്കല്ലേ. ഇവൾ അവനെ തേച്ചിട്ട് പോയതാ. അവൻ അവന്റെ പാടം നോക്കി ജീവിക്കുക. അവനെ വെറുതെ വിട്ടേക്ക്. ഓ, വൈശാഖിന്റെ കാര്യം പറയുമ്പോ നിനക്ക് അങ്ങ് ചൊറിയുന്ന എന്തിനാ? അവളുടെ ഒരു മാന്യനും മര്യാദ ഒരു ആങ്ങള. ആങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി 4 നേരം ഊട്ടി പരിപോഷിച്ചതിന്റെ ഫലമാ ചെമ്പകമംഗലത്തിൽ ഈ നാശങ്ങൾ മുഴുവൻ. വർക്കത്ത് കെട്ട നിന്റെ ആങ്ങളെ കണ്ടാൽ അറിയാം അവനൊരു പെണ്ണുമാമനാന്ന്. മണ്ണഞ്ചാരി എന്ന പെണ്ണുമാമൻ. അവളുടെ ഒരു ആങ്ങളെ പുന്നാരം. ഞങ്ങള് ഗസ്റ്റ് ഹൗസിലെത്തിയ ആദ്യ ദിവസം തന്നെ ഇവളെ കുറെ നേരത്തേക്ക് കാണാതായി. തിരികെ വന്നപ്പോ ഇവള് വല്ലാതെ പരുങ്ങുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാനും അന്വേഷിച്ചു. ഇവള് മുറ്റത്ത് ലോണിലുണ്ടായിരുന്നു എന്ന് റൂം ബോയ് പറഞ്ഞു. പിന്നെ ലോൺ ഇവള് വൈശാഖിനെ കാണാൻ പോയതായിരിക്കും. ഇവള് വെറും കളിയല്ല, കാട്ടുകളിയാ. ഇവളെ വിശ്വസിക്കാനേ കൊള്ളില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നോ നിന്റെ ഉദ്ദേശം? പറയടി. എടി പറയാൻ. സത്യം പറയടി. മുത്തശ്ശി, സത്യം, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കാർത്തിയുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ശത്രുക്കളായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പോലീസ് ശത്രുക്കള്. എന്റെ മോന് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് നീയാ. നീ നിന്നെ ഇനി ഞാനോ ഞങ്ങളോ വിശ്വസിക്കാൻ തയ്യാറല്ല. നീ ഇപ്പൊ ഈ വീട് വിട്ടിറങ്ങണം. ഞാനും അമ്മയുടെ അതേ അഭിപ്രായക്കാരനാ. ഇനി ഇവിടെ താമസിക്കാൻ ഇവിടെ അനുവദിക്കുന്നത് അപകടമാണ്. ഇറങ്ങി പോടി പുറത്ത്. എന്നെ വിശ്വസിക്കാൻ ഞാൻ എല്ലാവരോടായിട്ട് അപേക്ഷിക്കുക. ഞാൻ നിരപരാധിയാ. മീനാക്ഷി തട്ടിക്കൊണ്ട് പോയതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. മീനാക്ഷി തിരിച്ചു വരണേന്ന് 1000 വട്ടം ഞാൻ അവിടെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വിഷമിക്കുന്നത് പോലെ ഞാനും വിഷമിച്ചു. എന്റെ ദൈവത്തിനാണ് സത്യം. എന്റെ പൊന്നോമന കുഞ്ഞാണ് സത്യം. സത്യം സത്യം. എടി, എന്റെ കുഞ്ഞിന്റെ തലേ തൊട്ട് കള്ളസത്യം പറയുന്നോടി. എന്റെ കുഞ്ഞിനെ തൊടാൻ പോലുള്ള അർഹത നിനക്കില്ല. നീ ഈ കുഞ്ഞിന് പാല് നൽകുന്നു കരുതി ഈ കുഞ്ഞിന്റെ അമ്മയാകാനുള്ള അവകാശം നിനക്കില്ല. നീ ഇതിനെ പ്രസവിച്ചു എന്നല്ലാതെ എന്റെ വൈകമോളുമായി നിനക്ക് ഒരു ബന്ധവുമില്ല. വൈകമോള് ഞങ്ങളുടെ കുഞ്ഞ്. എന്റെ കാർത്തേട്ടന്റെ കുഞ്ഞ്. മനസ്സിലായോടി? മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി നിക്ക. കൊത്തി കൊത്തി നീ എന്റെ മോളെ കയറി കൊത്തുന്നോടാ വൃത്തികെട്ടവനെ. കൊന്നുകളയും നിന്നെ ഞാൻ. ഇന്ദ്രേച്ചി, മിണ്ടരുത് നീ. മീനാക്ഷി എന്റെ മകളാ.
അവൾക്ക് അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാനാ അവളുടെ അമ്മ. മനസ്സിലായോടാ നിനക്ക്? ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇന്ദ്രേച്ചി. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോളോട് കാണിച്ചതിന് എനിക്കൊരു എക്സ്ക്യൂസും ഇല്ല. എന്റെ കുട്ടിയെ തൊടുന്നവരെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ചെമ്പകമംഗലത്തുകാരോടും എല്ലാവരോടും പകയും വൈരാഗ്യവും ഉണ്ട്. എന്റെ അനുജത്തിയെ ചതിച്ച ജയറാമിനെയും നന്ദിനിയെയും കൊല്ലണമെന്നുണ്ട്. അതിനാ ഞാൻ ആ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ എന്റെ സ്വാധീനം ഉപയോഗിച്ച് നിനക്കൊരു റൂം എടുത്ത് തന്നത്. എന്നിട്ടും നീ എന്റെ കുഞ്ഞിനെ ഇവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു തരികട ഇറക്കണം. എന്റെ ഇന്ദ്രേച്ചി ആകെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊന്നും തെറ്റിദ്ധരിച്ചിട്ടില്ലടാ. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നിട്ട് എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യും. മീനാക്ഷി ഉപദ്രവിക്കാനല്ല ഇന്ദ്രേച്ചി ഞാൻ അങ്ങനെ ചെയ്തത്. നീ എങ്ങനെ ചെയ്താലും എന്റെ മോൾക്ക് പരിക്ക് പറ്റിയല്ലോ. എടാ, ഞാൻ ഇത്രയും നാളും എല്ലാം സഹിച്ച് ഇവിടെ നിന്നത് എന്റെ മീനാക്ഷിക്ക് വേണ്ടിയാ. അവളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. മാധവ മന്ദിരത്തിലെ കുട്ടിയായി അവൾ എന്നോടൊപ്പം അവിടെ താമസിക്കണം. അതിനു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് നീയും മൈഥിലിയും കൂടി ഓരോന്ന് ഒപ്പിച്ചു വെച്ചാ ഇന്ദ്രജയുടെ സ്വഭാവം മാറുവേ. എന്റെ ഇന്ദ്രേച്ചി, ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് മീനാക്ഷിയെ കൊണ്ടുവന്ന് ചേച്ചിയെ ഏൽപ്പിക്കാന്നാണ്. പക്ഷേ ആ ഒരു ശ്രമത്തിനിടയിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. ക്ഷമിക്കണം. നീ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. മീനാക്ഷിയെ സ്വന്തമാക്കുന്നതിനോടൊപ്പം കോടികൾ വിലമതിപ്പുള്ള ആ വജ്രവാളും എനിക്ക് സ്വന്തമാക്കണം. അതിനാ നീയും മൈഥിലിയും കൂടി എന്നെ സഹായിക്കേണ്ടത്. ഞങ്ങൾ ഇന്ദ്രേച്ചിയുടെ കൂടെയുണ്ട്. അടുത്ത പണി നമ്മൾ ആരംഭിക്കുന്നത് നന്ദിനിയിൽ നിന്നും രാജലക്ഷ്മിയിൽ നിന്നുമാണ്. നെടും തൂണ് വീണാലേ ചെമ്പകമംഗലം തകരും. പറയേച്ചി. ഇതെന്തായാലും സൂപ്പർ ഐഡിയ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.